ഹലോ, വെൽക്കം ടു ഹേംലൂസ് വേൾഡ്. ഹേംലൂസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ ഈ സ്നാക്സ് എല്ലാം ഉണ്ടാക്കുമ്പോൾ ഒരാളെ എനിക്ക് ഓർമ്മ വരും. അനുമാർത്ത, എൻ്റെ ക്ലോസ് ഫ്രണ്ട് അനുമാർത്ത. ഞങ്ങൾ കോഴിക്കോട് ആർഎസിൽ ഇപ്പോൾ NIT ആണ്, അവിടെ പഠിച്ച സമയത്ത് ഉള്ള ഫ്രണ്ട്സിലൊരാളാണ് അനുമാർത്ത. അനുമാർത്ത ഇപ്പോൾ മാർത്താസ് ബ്രൗണീസ് എന്ന് പറഞ്ഞൊരു കിടിലൻ സംഭവം എല്ലാം തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. നല്ല സക്സസ്ഫുള്ളി അത് റൺ ചെയ്യുന്നുണ്ട്. അത് ഇപ്പം മലേഷ്യയിലും സിംഗപ്പൂരുമാരുള്ള രാജ്യങ്ങളാണ് കൺഫൈൻ ചെയ്തിരിക്കുന്നത്. എന്നാലും ഇന്ത്യയിലും എല്ലായിടത്തും എത്തിക്കാനും അത് ഇനി ഔട്ട്ലെറ്റ് തുടങ്ങുമെന്ന് വിചാരിക്കുന്നു. ഞാനിപ്പോൾ ആലോചിക്കുന്നത്, നമ്മൾ എൻജിനീയറിങ്ങിനും ഇതെല്ലാം പഠിച്ചാലും എന്ത് പഠിച്ച് എങ്ങനെ അതാണെങ്കിലും, ഇപ്പോൾ ഞാൻ ആദ്യം മെഡിസിനാണ് ട്രൈ ചെയ്തത്, പിന്നെയാണ് എൻജിനീയറിങ്ങിന് പോയത്. എൻജിനീയറിങ്ങിൽ ആർക്കിടെക്ചർ തന്നെ വേണമെന്നുണ്ടായിരുന്നു. ആർക്കിടെക്ചറിന് ട്രൈ ചെയ്തു, അതും ചെയ്തു. പക്ഷെ പ്രാക്ടിക്കലി നമ്മൾ പഠിച്ച എൻജിനീയറിംഗ് മെക്കാനിക്സോ അല്ലെങ്കിൽ നമ്മൾ പഠിച്ച സ്ട്രക്ചറൽ അനാലിസിസോ ഒന്നും തന്നെ അല്ല ഇപ്പോൾ ലൈഫിൽ ഏറ്റവും ആവശ്യമായി വന്നത്. പ്രാക്ടിക്കലി നമ്മൾ ലൈഫിനെ ടാക്കിൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, നമ്മൾക്കിപ്പോൾ ഒരു സാധനം പെട്ടെന്ന് ആരും ഇല്ല വീട്ടിലെന്തെങ്കിലും, കുട്ടികൾക്കാണെങ്കിലും നമ്മൾ ആരും ഇല്ലെങ്കിലും കുട്ടികൾക്ക് തനിയെ കുക്ക് ചെയ്യാൻ പറ്റണം. യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചത് ആർക്കിടെക്ചറൊക്കെ വിട്ടോ എന്നാണ് ചോദിച്ചത്. ആർക്കിടെക്ചറൊന്നും വിട്ടിട്ടില്ല. ഇപ്പോഴും ഞാൻ ഓഫീസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ വീക്കെൻഡിൽ എനിക്ക് കിട്ടുന്ന ഫ്രൈഡേ സാറ്റർഡേയ്സിലും തേഴ്സ്ഡേ നൈറ്റും ഇതുപോലെ നൈറ്റ് ടൈമിലും അങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ വീഡിയോസ് എല്ലാം ഉണ്ടാക്കുന്നത്. അല്ലാതെ ഓഫീസ് ടൈം കളഞ്ഞിട്ട് ബ്രെഡും ബട്ടറും കളഞ്ഞിട്ടുള്ള പണിയല്ല. അപ്പം പ്രാക്ടിക്കലി നമ്മൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ, നമ്മൾ കുറേ പാഷൻ ഉണ്ടായിരുന്നു ലൈഫിൽ, അത് മുഴുവനും വിട്ടു പോവാതിരിക്കാനും കൂടിയിട്ടാണ് ഈ യൂട്യൂബ് ചാനലിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ ഈ സ്നാക്സ് എല്ലാം ചെയ്യുമ്പോൾ അനുമാർത്തേനെ ഓർമ്മ വരാൻ, യെല്ലോ ഇഷ്ടമുള്ള ആളാണ്. യെല്ലോവും റെഡും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് യെല്ലോ മെയിനായിട്ട് ഒരു വീഡിയോയിലെങ്കിലും യെല്ലോ ഡ്രസ്സ് ഇട്ട് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അനുമാർത്തയ്ക്ക് വേണ്ടിയിട്ട് ഇന്ന് യെല്ലോ ഡ്രസ്സിൽ തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്തായാലും ഇന്ന് നമ്മൾക്ക് കാണാം പരിപ്പ് വട, നാടൻ തട്ടുകട സ്റ്റൈൽ പരിപ്പ് വട. നമ്മുടെ നാടൻ തട്ടുകട സ്റ്റൈൽ പരിപ്പ് വട ഉണ്ടാക്കാനായിട്ട് നമ്മൾക്ക് വേണ്ടത് വടപ്പരിപ്പാണ്. മട്ടർ ദാൽ എന്നാണ് പേര്. ഞാൻ ലുലുവിൻ്റെ 2 ടൈപ്പ് പാക്കറ്റ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് മട്ടർ ദാൽ, ഇവിടെ ഖത്തറിൽ കിട്ടുന്ന ഇത് ലുലുവിൻ്റെ ഏത് ബ്രാൻഡായാലും കുഴപ്പമില്ല, പക്ഷെ മട്ടർ ദാൽ എന്ന് എഴുതിയത് വേണം നോക്കാനായിട്ട്. പിന്നെ ചന ദാൽ, ഇത് വേറെ, ഇത് കടലപ്പരിപ്പാണ്. കടലപ്പരിപ്പല്ല നമുക്ക് വേണ്ട, വടപ്പരിപ്പാണ് വേണ്ട. വടപ്പരിപ്പ് എന്ന് പറഞ്ഞാൽ മട്ടർ ദാൽ, ഗ്രീൻ പീസിൻ്റെ പരിപ്പാണത്. നമ്മുടെ ഗ്രീൻ പീസിൻ്റെ പരിപ്പാണ് ഈ മട്ടർ ദാൽ എന്ന് പറയുന്നത്. അപ്പോൾ ചന ദാൽ, കടലപ്പരിപ്പ് നമുക്ക് ആവശ്യമില്ല. അത് കടല നമ്മൾ പുട്ട് കടലയൊക്കെ യൂസ് ചെയ്യില്ലേ, ബ്ലാക്ക് കടല കണ്ടില്ലേ, ഇതുപോലെ ഒരെണ്ണം തൊലി പൊളിഞ്ഞ് കിടക്കുന്നുണ്ട്. അതിന് കുറച്ച് വ്യത്യാസമുണ്ട്. അത് ബ്ലാക്ക് കടല, അത് വറുത്തിട്ടാണ് നമുക്ക് ചിക്ക് പീസ് പൊട്ട് കടല, നമ്മുടെ മിക്സ്ചറിനൊക്കെ ചേർത്ത പൊട്ട് കടല കിട്ടുന്നത്. അപ്പോൾ ഇത് മൂന്നാളും ഒന്നാണ്. കടലപ്പരിപ്പും ഈ കറുത്ത കടല ചിക്ക് പീസ്, ബ്ലാക്ക് ചിക്ക് പീസ്, പിന്നെ ഈ സ്പ്ലിറ്റ് ഫ്രൈ ചിക്ക് പീസ് എന്ന് പറഞ്ഞ് കിട്ടുന്ന പൊട്ട് കടല, ഇതെല്ലാം ഒരേ സംഭവം തന്നെയാണ്. പക്ഷെ നമ്മൾ അതല്ല യൂസ് ചെയ്യുന്നത്. നമ്മുടെ പരിപ്പ് വടയ്ക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് മട്ടർ ദാലാണ്, അതായത് ഗ്രീൻ പീസിൻ്റെ പരിപ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ മട്ടർ ദാൽ, അതായത് വടപ്പരിപ്പ് 1 കപ്പ് യൂസ് ചെയ്യണം. 1 കപ്പ്, 1 ഗ്ലാസ് എടുത്താലും മതി. നമ്മളുടെ സാധാരണ 250 ml 240 ml ഒക്കെ ഗ്ലാസ് എടുത്താലും മതി. 1 hour എങ്കിലും സോക്ക് ചെയ്ത് വെക്കുക. 1.5 hour 1 hour വരെയൊക്കെ ഓക്കെ. ഇത് നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. എന്നിട്ട് വെള്ളത്തിൽ കുതിർക്കാൻ വയ്ക്കുകയാണ്. 1.5 മണിക്കൂർ വെള്ളത്തിലിരുന്ന മട്ടർ ദാലാണ് ഇവിടെ ഉള്ളത്. ഇത് കണ്ടില്ലേ, നന്നായിട്ട് എനിക്കിതൊന്ന് കൈ കൊണ്ട് തന്നെ മുറിച്ചെടുക്കാൻ പറ്റും. അതുപോലെ ആയിട്ടുണ്ട്, ആ ഒരു പരുവായിട്ടുണ്ട്. ഇതൊന്ന് ചവച്ച് നോക്കുമ്പോൾ ചതയണം, നന്നായിട്ട് ചവച്ച് നോക്കുമ്പോൾ നന്നായി ചവയ്ക്കാൻ പറ്റണം. കണ്ടില്ലേ, ഇത് കൈ കൊണ്ട് മുറിക്കുമ്പോൾ തന്നെ മുറിയുന്നുണ്ട്. അപ്പോൾ ഒരു 1.5 മണിക്കൂർ കറക്റ്റ് വെള്ളത്തിലിട്ടാൽ മതി ഈ മട്ടർ ദാൽ. അപ്പോൾ ഇതിന് എന്നിട്ട് വെള്ളം വാല വെക്കണം. കംപ്ലീറ്റ് ആയിട്ട് വെള്ളം ഒന്നും തന്നെ ഉണ്ടാകാൻ പാടില്ല. അപ്പം ഞാനൊരു സ്ട്രെയിനറിൽ വെള്ളം വാർക്കാൻ പോകണം. കുറച്ച് നേരം, ഒരു 1/4 മണിക്കൂർ അതിനും സമയം പോകും. മുഴുവനായിട്ട് വെള്ളമൊന്നും ഉണ്ടാകാൻ പാടില്ല. പരിപ്പ് വടയ്ക്ക് വേണ്ട സാധനങ്ങൾ അവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. വടപ്പരിപ്പ് കൂടാതെ വേണ്ട സാധനങ്ങളാണ് ഇത്. ചെറിയ ഉള്ളി, ഷാലറ്റ്സ്, അതൊരു 10-12 എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി ഒരു ചെറിയ കഷ്ണം എടുക്കുക. 2 കതിർപ്പ് കറിവേപ്പില തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ 4-5 വറ്റൽ മുളക് എടുക്കാം, ചുമന്ന മുളക്. പിന്നെ ഒരു 7-8 പച്ചമുളക്. ഇവിടുത്തെ പച്ചമുളക് തീരെ, ഈ ഒരു പച്ചമുളക് തീരെ എരിവില്ലാത്തതാണ്. അപ്പോൾ ഞാൻ 7 എടുത്തിട്ടുണ്ട്.
നിങ്ങളുടെ എരിവിനനുസരിച്ച് വേണം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കായം ഒരു 1/4 ടീസ്പൂൺ. ഇതൊക്കെയാണ് ഇതിന് വേണ്ട ആവശ്യമുള്ള സാധനങ്ങൾ. ഇതെല്ലാം കഴുകി നന്നായി ചെറിയ കഷ്ണമായി അരിഞ്ഞിട്ട് എന്നിട്ട് ചതച്ചെടുക്കുക. മിക്സിയിൽ വിപ്പ് ബട്ടൺ യൂസ് ചെയ്തിട്ട് നന്നായി ചതച്ചെടുക്കുക. ചില മിക്സിയിൽ പൾസ് ബട്ടൺ ആയിരിക്കും. ഒരു 3-4 പ്രാവശ്യം പ്രസ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായി ചതഞ്ഞ് കിട്ടും. ഈ ഉപ്പ് ആദ്യം തന്നെ ചേർക്കരുത്, ലാസ്റ്റ് ഉണ്ടാക്കുന്ന നേരത്ത് ചേർത്താൽ മതി. ഇല്ലെങ്കിൽ എല്ലാ സാധനത്തുനിന്നും ഈ ഉള്ളിൽ നിന്ന് പ്രത്യേകിച്ച് വെള്ളം ഇറങ്ങി തുടങ്ങും. ഇതെല്ലാം അപ്പോൾ മുറിച്ച് വെച്ചിട്ടുണ്ട്, ചെറിയ പീസായിട്ട് മുറിച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം മിക്സിയിലിട്ടിട്ടൊന്ന് ചതച്ചെടുക്കാം. ഉപ്പ് അവസാനം ചേർക്കുന്നുള്ളൂ. മിക്സിയുടെ പൾസ് ബട്ടൺ വെച്ച് അടിച്ചിട്ട് ജസ്റ്റ് ചതച്ചെടുത്തതാണ്. അരിയണതിൻ്റെയും ചതക്കണതിൻ്റെയൊക്കെ ഇടയിൽ ഇത് വെള്ളം വലാൻ വെച്ചിരുന്നു. കംപ്ലീറ്റ് വെള്ളം പോയിട്ടുണ്ട്. ഇതിനകത്തുനിന്ന് 2 ടേബിൾ സ്പൂൺ നമ്മൾ പരിപ്പ് മാറ്റി വെക്കണം. ഇത് ചതച്ചെടുക്കരുത്, ഇത് അരയ്ക്കാനെടുക്കുമ്പോൾ ഇത് എടുക്കരുത്. ഇത് പുറത്തിങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് പരിപ്പ് വടയിൽ കിടക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. 2 ടേബിൾ സ്പൂൺ, 2-3 എടുത്താൽ കുഴപ്പമൊന്നുമില്ല. അതുപോലെ 3 ടേബിൾ സ്പൂൺ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് ബാക്കിയെല്ലാം അരച്ചെടുക്കുക. അപ്പോൾ ഞാനിത് അരച്ചെടുക്കാൻ പോവാണ്. ഇത് പകുതിയായിട്ട് മിക്സിയുടെ ചെറിയ ജാറിൽ അരയ്ക്കുകയാണ്. അപ്പോൾ അതൊന്ന് ചതച്ചെടുക്കുക. ശരിക്കും കോഴ്സായിട്ട് അരക്കണം, നന്നായിട്ട് തരി എന്നുള്ള മാതിരി അല്ലാതെ വേണം നമ്മളത് അരച്ചെടുക്കാനായിട്ട്. ബട്ടണാട്ടോ യൂസ് ചെയ്യേണ്ട, ഈ ഓറഞ്ച് ബട്ടൺ. മറ്റേതൊന്നും യൂസ് ചെയ്യരുത്, ഒരുപാട് അരഞ്ഞു പോകും. അപ്പം നമ്മൾ ഇത് പാനസോണിക്കാണ്, അതിന് ഇങ്ങനെയാണ് ഉള്ളത് പൾസ് ബട്ടൺ. പക്ഷെ നമ്മൾ മറ്റേ ഫിലിപ്പിലൊക്കെ വിപ്പ് ബട്ടണാണ് ഓറഞ്ച് കളറിൽ. അപ്പോൾ എല്ലാ മിക്സിയിലും കാണാം ഇതുപോലെ ഒരു പൾസ് ബട്ടണോ വിപ്പ് ബട്ടണോ. ഇതാണ് പ്രസ് ചെയ്യേണ്ടത് ചതയ്ക്കാനായിട്ട്. അപ്പോൾ ഈ പരിപ്പ് ഞാൻ ചതച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. മിക്സിയുടെ പൾസ് ബട്ടൺ വെച്ച് പ്രസ് ചെയ്തെടുത്തതാണ്. 2-3 പ്രാവശ്യം, ഒരു 3-4 പ്രാവശ്യം ഞാൻ ചെയ്തിട്ടുണ്ടാകും. പക്ഷേ എങ്ങനെ ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓരോ ബാച്ചും, ഇതിപ്പോൾ ഞാൻ 2-3 ബാച്ച് സെപ്പറേറ്റ് മിക്സിയിൽ ചെറിയ ജാറിൽ ഇട്ടിട്ടാണ് എടുത്തത്. അപ്പോൾ അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ എത്ര അരവ് ഓരോ പ്രാവശ്യം അരച്ചെടുക്കുമ്പോഴും എത്രത്തോളം അരയണം എന്ന് അറിയാനായിട്ട് നമ്മൾ വെറുതെ ഒരു ബോൾ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ അത് ശരിക്കും എഡ്ജസ് ഒന്നും പൊട്ടിപ്പോവാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റാണ്. അപ്പോൾ നമ്മൾക്ക് ഇതാണ് കറക്റ്റായിട്ട് അരയേണ്ട പാകം. കണ്ടല്ലോ ഇത്രയും തരിയായിട്ട്. പക്ഷെ അതേസമയം അത് കുറച്ചൊരു ബൈൻഡിങ്ങുമാണ്, ഇത്തിരി ഇതിൻ്റെ പശ കാരണം ഇത്തിരി ഒന്ന് തമ്മിൽ കുറച്ചൊന്ന് ഒട്ടി നിൽക്കുകയും ചെയ്യും. കോഴ്സാണ്, തരിയുള്ള ഇതാണ് അരഞ്ഞിരിക്കുന്നത്. പക്ഷേ എങ്കിലും അത് കണ്ടില്ലേ പൊട്ടിപ്പോകുന്നില്ല. അപ്പോൾ ഇതാണ് ശരിക്കും അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. ചതച്ചെടുക്കണതിൻ്റെ അല്ലെങ്കിൽ പകുതി അരച്ചെടുക്കണതിൻ്റെ കൺസിസ്റ്റൻസി ഇതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ഇപ്പോൾ ഉപ്പ് ചേർക്കില്ല. ലാസ്റ്റ് എപ്പോഴാണ് നമ്മൾ ഫ്രൈ ചെയ്യാൻ പോകുന്നത് അപ്പോഴാണ് ഈ നമ്മളുടെ ഇൻഗ്രീഡിയൻസിലേക്കെല്ലാം ഉപ്പ് ചേർക്കേണ്ടത്. നേരത്തെ നമ്മൾ ചതച്ച് വെച്ചിരുന്ന ഉള്ളി പച്ചമുളകൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. അതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ, കഷ്ടിച്ച് 1/4 ടീസ്പൂൺ, കാലും വേണ്ട, കഷ്ടിച്ച് 1/4 ടീസ്പൂൺ നമ്മളുടെ കായത്തിൻ്റെ പൊടി ഇടണം. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഈ മുഴുവൻ പരിപ്പുണ്ടല്ലോ അതും ചേർക്കുക. അതും കുഴച്ച് വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കാൻ നേരത്ത് ഇതിലേക്ക് നമ്മൾ സോൾട്ട് ചേർത്താൽ മതി. സോൾട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്നു, സോൾട്ട് എടുത്ത് വയ്ക്കുക. അതും എപ്പോഴാണ് ചേർക്കണം അതിൻ്റെ തൊട്ടുമുമ്പ് ഇടാൻ മറക്കരുത്, ലാസ്റ്റ് വയ്ക്കുന്ന കാരണം. ഇത് മിക്സ് ചെയ്യാം. എന്നിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് എല്ലാം കൂടി നമ്മളുടെ ഇതിലേക്ക് മിക്സ് ചെയ്യണം. കാരണം ഇത് കറക്റ്റ് കൺസിസ്റ്റൻസി ആയി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്യണം. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അവസാനം നമ്മൾ വറുക്കാൻ നേരത്താണ് നമ്മൾ സോൾട്ട് ചേർക്കുന്നത്. ഇത് നന്നായി 1-2 മിനിറ്റ് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലത് കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ എല്ലായിടത്തും ചേരുള്ളൂ. ഞാനിപ്പോൾ അതിൽ സോൾട്ടും കൂടി ഇട്ട് കൊടുക്കണം. സോൾട്ട് ആവശ്യത്തിനിടുക.
ഇപ്പോൾ പരത്താനായിട്ട് നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ലെമൺ സൈസ്, ഒരു ചെറിയ വടകളാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഒരു ലെമൺ സൈസ് ബൗളെടുത്തിട്ട് ഉള്ളം കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ വരും. സെൻറ്ററിൽ കുറച്ച് തിക്കായിട്ട്, അറ്റത്തൊക്കെ എഡ്ജിലൊക്കെ കുറച്ച് കൂർത്തിട്ട്, ഈവണായിട്ട് ഒരുമിച്ച് തിക്കായിട്ട് എടുക്കരുത്. അപ്പോൾ കട്ട്ലറ്റിൻ്റെ ഷേപ്പ് വരിക. ഇതുപോലെ ഓരോന്നും ആക്കിയിട്ട് നമ്മൾ എണ്ണയിലേക്ക് ഡ്രോപ്പ് ചെയ്താൽ മതി. ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. മുങ്ങാൻ പാകത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. നമ്മളത് ചട്ടുകത്തിലേക്ക് വെച്ചിട്ട് പതുക്കെ ഇറക്കി വെച്ചാലും മതി. ഞാനിപ്പോൾ അത് ഡയറക്റ്റ് ഡ്രോപ്പ് ചെയ്ത് പൊട്ടിയിട്ടില്ല. പക്ഷെ എങ്ങാനും പൊട്ടുന്ന പേടിയുണ്ടെങ്കിൽ ചട്ടുകത്തിലേക്ക് ഇറക്കിയിട്ട് ഡയറക്റ്റ് ഇങ്ങനെ ഇറക്കി വെച്ചാലും മതി. അതൊന്ന് ആവണ വരെ ഇളക്കാതിരിക്കാൻ നല്ലത്. ഞാൻ അടുത്തത് ഇടാൻ പോകും. ഡ്രോപ്പ് ചെയ്യാൻ പേടിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചട്ടുകത്തിൽ ആക്കിയിട്ട് പതുക്കെ നമ്മളിങ്ങനെ ഇറക്കി വെച്ചാലും മതി. അപ്പോൾ ഡയറക്റ്റ് കുത്തിയിട്ട് വരും. ആദ്യം വിട്ടത് ഞാൻ മറിച്ചിടുകയാണ്. ഓരോന്നാവണതിനനുസരിച്ച് മറിച്ചിട്ടാൽ മതി. അതിൻ്റെ ഇടയിൽ മറിച്ചിട്ടാൻ നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പം നമ്മളുടെ ആദ്യത്തെ വേകാറായിട്ടുണ്ട്. ഇത് ഞാൻ മറിച്ചിട്ട് കുറച്ച് നന്നായി ആയിട്ടുണ്ട്. നല്ല ലോ ഫ്ലെയിമിലാണ് വെച്ചിരുന്നത്, മീഡിയം ലോയിലാണ് വെച്ചിരുന്നത്. അപ്പോൾ അകം എന്നാലേ വേകും. അല്ലെങ്കിൽ പുറത്ത് നന്നായിട്ടായിട്ട് അകത്ത് വേവില്ല. ഒരുപാട് ഹൈ ഫ്ലെയിമിലാണെങ്കിൽ അങ്ങനെ ആവില്ല. അപ്പോൾ ആദ്യം ഇട്ടത് ആയിട്ടുണ്ട്. അങ്ങനെ എടുക്കുന്നത് ഒരു പേപ്പർ ടവലിലേക്ക് ഞാൻ ട്രാൻസ്ഫർ ചെയ്യണം. അതുപോലെ തന്നെ എല്ലാ ബാച്ചും നമ്മൾ ഇതുപോലെ വറുത്തെടുക്കണം. നിങ്ങളുടെ സ്പൈസിനനുസരിച്ച് വേണം പച്ചമുളകും ചുമന്ന മുളകൊക്കെ ചേർക്കാനായിട്ട്. ഈ പൊളി ക്രഞ്ചി ആയിട്ടുള്ള പരിപ്പ് വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം. നല്ല എരിവുള്ള സ്പൈസി ആയിട്ടുള്ള പരിപ്പ് വടയാണ്. കറുമുറ പരിപ്പ് വട. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ പരിപ്പ് വട എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. വളരെ സിമ്പിളാണ്. എല്ലാ സംഭവവും ശരിക്കും സിമ്പിളാണ്. ഇപ്പോൾ ഓരോന്നായിട്ട് നമ്മൾ വീഡിയോയിൽ ഇടുമ്പോൾ പലരും പറയുന്നു ഉണ്ടാക്കി നോക്കിയിട്ട് വീഡിയോസും ഫോട്ടോസ് എനിക്ക് അയച്ചിരുന്നു. അപ്പോൾ എല്ലാവരും കൊണ്ട് സാധിക്കുന്ന എല്ലാവർക്കും ഏകദേശം ഒരു ഐഡിയ ഉണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ പരിപ്പ് വട. ഇനി വീട്ടിൽ തന്നെ ഉണ്ടാക്കണം. ഇനി നമ്മൾ തട്ടുകടയിൽ നിന്നൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. വീട്ടിൽ തന്നെ തട്ടുകട സ്റ്റൈലിൽ നമുക്ക് ഉണ്ടാക്കാം. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.